നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ ഷെഡിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. അങ്ങാടിപ്പുറം സ്വദേശിയും പെരിന്തൽമണ്ണ പൊന്നിയാർകുറിശ്ശിയിൽ താമസക്കാരനുമായ ചെരപ്പറമ്പിൽ മുഹമ്മദ് ബിൻഷാദാണ് മരിച്ചത്. സുഹൃത്തുക്കളായ ഹാരിസ്, നജീബുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. മലപ്പുറം ബസ് സ്റ്റാൻഡ് റൂട്ടിൽ കുടുംബം സഞ്ചരിച്ച ഓട്ടോ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരാൾ മരിച്ചു. പിതാവും മകനും മരുമകളും സഞ്ചരിച്ച ഓട്ടോ ആണ് അപകടത്തിൽപ്പെട്ടത്. പിതാവ് പരേരങ്ങാടി ഈസ്റ്റ് കോഡൂർ സ്വദേശി കൊളക്കാട്ടിൽ ഹമീദാണ് മരിച്ചത്. ചങ്ങരകുളത്ത് KSRTC ബസ് ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കുമരനെല്ലൂർ സ്വദേശി അപ്പാത്തുപറമ്പിൽ ബഷീറിനാണ് ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ വെച്ച് അപകടം സംഭവിച്ചത്. താനാളൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സാബിർ സൂപ്പർ മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറിയ അപകടം. പൊന്മുണ്ട സ്വദേശിയുടേതാണ് കാറ്. സൂപ്പർ മാർക്കറ്റിന് മുൻപിൽ കാർ നിർത്തി സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങി കാർ സ്റ്റാർട്ട് ചെയ്ത ഉടൻ സൂപ്പർ മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. കവർച്ചയുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചീരാൻ കടപ്പുറം പക്കീച്ചിന്റെ പുരയ്ക്കൽ അയ്യൂബിനെ കാപ്പ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കവർച്ച നടത്തുക, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, വീടു കയറി അക്രമം നടത്തി സ്ത്രീകൾക്ക് മാനഹാനി വരുത്തുക തുടങ്ങി കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അയ്യൂബ്. മണൽക്കടത്ത് സംഘങ്ങൾക്ക് പോലീസ് ഒത്താശ ചെയ്യുന്നതായി പരാതി. തിരൂർ പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാർക്കെതിരെയാണ് ഉന്നത പോലീസ് അധികൃതർക്കും ആഭ്യന്തര വകുപ്പിനും പരാതി ലഭിച്ചത്. ചാലിയാർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പെട്രോളിങ്ങിനിടെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കലക്കി സൂക്ഷിച്ച 305 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ AR രതീഷും സംഘവും ആട്യൻപാറ മായമ്പള്ളി ഭാഗത്തു നിന്നാണ് പിടിച്ചെടുത്തത്. എടവണ്ണപ്പാറ ഇരട്ടമൊഴിക്കടവിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളെ നീർനായ കടിച്ചു. ചീക്കോട് പഞ്ചായത്തിലെ 1-ാം വാർഡ് പള്ളിപ്പടിയിലെ ഇരട്ടമൊഴിക്കടവിലാണ് സംഭവം. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.